പുതിയ സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള CPI നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങും. താൽക്കാലിക സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ സ്ഥിരം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെടും. എന്നാൽ ബിനോയ് വിശ്വത്തെ താൽക്കാലിക സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രീതിക്കെതിരെ സംസ്ഥാന എക്സിക്യൂട്ടീവിലും കൗൺസിലിലും വിമർശനം ഉയരുമെന്ന് ഉറപ്പാണ്. കാനം രാജേന്ദ്രന്റെ സംസ്കാര ചടങ്ങിന് തൊട്ടുപിന്നാലെ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമായ ബിനോയ് വിശ്വത്തെ താൽക്കാലിക സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. കാനം 3 മാസത്തെ അവധി ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷയിൽ ബിനോയ് വിശ്വത്തിന് ചുമതല നൽകാവുന്നതാണെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഈ കത്തായുധമാക്കിയാണ് കാനത്തിന്റെ വിയോഗം സൃഷ്ടിച്ച വൈകാരിക അന്തരീക്ഷത്തിൽ ബിനോയെ താൽക്കാലിക സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. ഇതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവിലും നാളെ നടക്കുന്ന സംസ്ഥാന കൗൺസിലിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പ് മുഖ്യ അജണ്ടയാകുന്ന ഈ യോഗത്തിൽ ബിനോയ് വിശ്വത്തിനൊപ്പം മറ്റു പേരുകളും ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കവുമുണ്ട്. മുതിർന്ന നേതാവും സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാൻ ഏറ്റവും അർഹനുമായ K പ്രകാശ് ബാബുവിനുമേൽ മത്സരിക്കാൻ ശക്തമായ സമ്മർദ്ദമുണ്ട്. എന്നാൽ പാർട്ടിയുടെ ഐക്യം തകർക്കുന്ന നീക്കത്തിനില്ല എന്നാണ് പ്രകാശ് ബാബുവിന്റെ നിലപാട്. എങ്കിലും മറ്റു പേരുകൾ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. പുതിയ മത്സരാർത്ഥികൾ വന്നാലും ഇല്ലെങ്കിലും ബിനോയ് വിശ്വത്തെ താൽക്കാലിക സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത രീതിക്കെതിരെ വിമർശനം ഉറപ്പാണ്. കീഴ്വഴക്കം ലംഘിച്ചാണ് ബിനോയ് വിശ്വത്തിന്റെ നിയമനമെന്നും ഇത്ര തിരക്ക് കൂട്ടി പാർട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് എന്തിനെന്ന ചോദ്യവും മുതിർന്ന നേതാവായ K ഇസ്മായിൽ മുന്നോട്ട് വെച്ചിരുന്നു. ഇതേ അഭിപ്രായമുള്ള മറ്റു നേതാക്കളും പാർട്ടിയിലുണ്ട്. എന്നിരുന്നാലും വിമർശനങ്ങൾക്കിടയിലും ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കും. റിപ്പോർട്ടർ, തിരുവനന്തപുരം.